ഒരു മുത്തം കൊടുത്ത് നിർത്തിക്കോ കേട്ടോ. ഒത്തിരി ഒരു നോട്ടം കൂടെ കൊടുത്തരും നല്ല രീതിയില്. ഇടുപ്പി ചേർത്ത് പിടിക്ക്. ആ നെറ്റിക്ക് ഉമ്മ കൊടുത്തേ. നെറ്റിയിലും കൂടെ കൊടുക്കുക. അങ്ങനെ കൊടുത്തു പോട്ടെ. ചേർത്ത് ബിഗ് ബോസിലുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസുമായിട്ട് അനുവിന് കോൺടാക്ട് ഇല്ല അങ്ങനെയാണോ പറയേണ്ടത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഇവർക്ക് എന്താ പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. റീച്ചിന് വേണ്ടിയിട്ട് അവർ വളച്ചൊടിക്കുന്നത് ഞാൻ നേരെ ചൊവ്വേ കാര്യം പറയുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അല്ലാതെ എന്റെ അനുമോളെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാനോട്ട് പറയത്തില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപരാധപ്പിറവിയുടെ സകല രൗദ്രഭാവങ്ങളും ആവാഹിച്ച അലിൻ ജോസ് പെരേര യൂണിവേഴ്സിലെ ഒരേ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ രേണു സുധിയെ കുറിച്ചാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. നമ്മൾ രേണു സുധിനെ കുറിച്ച് സംസാരിച്ചിട്ട് കുറച്ചധികം നാളുകളായി താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ പല വിഷയങ്ങൾ ഈ അടുത്തായിട്ട് പലതും അംഗങ്ങളായിട്ട് വന്നപ്പോൾ പോലും നമ്മൾ സംസാരിക്കാണ്ടിരുന്നത്. ഇപ്പോൾ സംസാരിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസ് കുറച്ച് ഓൺലൈൻ മീഡിയാസ് പോയി കവർ ചെയ്തേക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് കടുപ്പോടെ ഉള്ള കാര്യം പറയാമല്ലോ. അതിൻ്റെ ഒപ്പം തന്നെ കഴിഞ്ഞ സീസണിലെ ബിഗ് ബോസ് PR കൊണ്ട് മാത്രം കപ്പടിച്ചിട്ടുള്ള അനുമോള് ഈ പറയുന്ന രേണുസുധായിട്ടുണ്ടായേക്കുന്ന ചെറിയ വിഷയമുണ്ട്. അതും നമുക്ക് ഇതിനകത്തൂടെ സംസാരിക്കാം. ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം കണ്ടേക്കുന്ന ആ കടുപ്പേറിയ കുറച്ച് റീൽ വീഡിയോസ് ഉണ്ട്. അതിൽ ആദ്യത്തെ കുറച്ച് സാധനങ്ങൾ കാണാം. അകത്ത് വരെ 4 മില്യൺ വ്യൂവർഷിപ്പാണ് ഈ ഒരു ഒറ്റ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ അടുത്തിരിക്കുന്ന ഒരു മഞ്ഞ ഷർട്ട് ഇട്ടത് അക്ഷയാണ്, എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ മുമ്പ് ഒരുമിച്ച് ദ നെക്സ്റ്റ് ടോപ്പ് ആങ്കർ എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ ഒരുമിച്ചുണ്ടായിരുന്ന എൻ്റെ സുഹൃത്താണ്. ഇനി മറ്റൊരു വീഡിയോ കൂടെ ഉണ്ട്, നമുക്ക് അതോടെ ഒന്ന് കാണാം. കുറച്ച് കയ്യിലുള്ള സാധനങ്ങള് ഞങ്ങൾ ഭയങ്കര ബിസി. ഇപ്പൊ കൊച്ചിയിൽ വന്നത് നമ്മളെ കാണാൻ സമയമില്ല. പ്രൊമോഷനും ഭയങ്കര തിരക്കാണ്. ഒരു ദിവസം ഇറങ്ങുന്ന ഞാൻ പറഞ്ഞു. അളിയ ഇതിനൊക്കെ നല്ല റീച്ച് കിട്ടും, പക്ഷെ നല്ല നെഗ് വരും. അതൊന്ന് ആലോചിച്ചാൽ നല്ലത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇവര് ദാസേട്ടൻ കോഴിക്കോട്, നമ്മുടെ പ്രതീഷ്, പുള്ളിക്കാരി എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു സീനുണ്ട്. നമുക്ക് അതുകൂടെ കാണാം. അതാണ് അവശ്യതലയിലാണ് നമ്മുടെ പ്രതീക്ഷ കുട്ടാപ്പിയും റേണു സുധിയും ദാസേട്ടൻ കോഴിക്കോട്. അതുകൊണ്ട് ദാസേട്ടൻ കോഴിക്കോട് എല്ലാവർക്കും വാരി കൊടുക്കുകയാണ്. എന്ത് പ്രഹസനമാണ് സജി. ഇനി ഇത് കഴിഞ്ഞിട്ട് ദാസേട്ടൻ കോഴിക്കോടും റേണു സുധിയും തമ്മിലുള്ള ഇത് ആൽബം ആണോ, ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവും. ഇനി SMAയുടെ വല്ല ഷൂട്ടാണോ ഈ നടത്തുന്നതെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. നമുക്ക് 2 വിഷ്വൽസ് കാണാം. സംഭവം വരും. ദാസേട്ടൻ ചേർത്ത് പിടിച്ചു, അന്നേരം ചേർത്തിച്ച് തന്നോളൂ. ഓക്കെ, അതാണ് ദാസേട്ടൻ ഒന്ന് താത്ത് പിടി, എന്നാലേ അപ്പം രേണു ചേച്ചി തന്നുകൊള്ളൂ. കുറച്ചുകൂടെ സംഭവം വരട്ടെ, ഉള്ളീന്ന് വരട്ടെ. ആ ഡയറക്ടർ ആ ഒരു ആത്മാർത്ഥത, ആ ഒരു ശുഷ്കാന്തി, കാമപരവശരായിട്ട് ഇരിക്കുന്ന 2 ആൾക്കാരെ, 2 യുവ മിഥുനങ്ങളെയാണ് സുഹൃത്തുക്കളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. താടി കൊടുത്തു കഴിഞ്ഞാൽ ഈ താടിയുടെ റോമൊക്കെ ഇരിക്കുന്നുണ്ട്, കൊള്ളുമല്ലോ. നെറ്റിലാകുമ്പോൾ കറക്റ്റ് കൊള്ളും. നമുക്ക് അടുത്തതൂടെ കാണാം. കുറച്ചുകൂടെ ചേർത്ത് പിടിച്ചേ. ആ ചൂണ്ടിലും തൊട്ടെ കടയിലോട്ട് നോക്കിയേ. ഇടുപ്പി ചേർത്ത് പിടിക്ക്. ആ നെറ്റിക്ക് ഉമ്മ കൊടുത്തേ. നെറ്റിയിലും കൂടെ കൊടുക്കുക. അങ്ങനെ കൊടുത്തു പോട്ടെ. ചേർത്ത് പിടിക്ക്. ദാസേട്ട കുറച്ചുകൂടെ റൊമാൻസ് ഇട്ടെ. കുറച്ചുകൂടെ ദാസേട്ട കുറച്ചുകൂടെ വരട്ടെ. അങ്ങോട്ട് ഉള്ളീന്ന് അങ്ങോട്ട് ഇട്. രേണുചേച്ചി ദാസേന്റെ ഇപ്പുറത്തെ കയ്യിലേക്ക് രേണുചേച്ചിനെ കിടത്തുന്ന രീതി വന്നേ. ദാസേട്ട അങ്ങോട്ട് കിടത്തന്ന്. ആ കുറച്ചുകൂടെ കൊട്. ഒരു മുത്തം കൊടുത്ത് നിർത്തിക്കോ കേട്ടോ. ഒത്തിരി ഒരു നോട്ടം കൂടെ കൊടുത്തരും നല്ല രീതിയില്. അതാ നിർത്തിക്കോ. നിങ്ങള് ജീവിച്ചു തുടങ്ങുന്നുണ്ട് ഇടക്കിടക്ക്. അങ്ങോട്ട് കൊടുക്കൂ കുമാരേട്ടാ. പക്ഷെ ദാസേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് കയറി വർത്താനം പറയല്ലേ, കൊടുക്കുന്നതിന്റെ ഇടയ്ക്ക് അറച്ചു പോടി. അത് അങ്ങനെയാണ്. നമ്മൾ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും ഇങ്ങനെ വന്ന് സംസാരിച്ച് നമ്മളൊന്ന് അറച്ചു പോകും. ഇത് എന്തിൻ്റെ ഷൂട്ടാണ് എനിക്ക് മനസ്സിലാവണില്ല. ഇപ്പോൾ ചില ആൾക്കാർ പറയും, ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ചില ആൾക്കാർ വന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു, അതായത് മഞ്ജു വാര്യർ, ടൊവിനോ അങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ
പറയുന്ന ആർട്ടിസ്റ്റുകളെ നിങ്ങൾ നോക്കണേ, ഇവരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓഹോ രേണുസുതി ചെയ്ത് കഴിഞ്ഞാൽ ആഹാ ഇതെന്താ ഇങ്ങനെയത്. ഗൈസ് അങ്ങനെ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒന്നേ പറയാനുള്ളൂ, അത് ലിപ് ലോക്ക്, ഇത് കടിച്ചു പറി, അതാണ് ഇതിൻ്റെ വ്യത്യാസം. പിന്നെ പ്രായമായിട്ടുള്ള ആൾക്കാരെ ഞാൻ നിങ്ങളെ ഒരിക്കലും അപമാനിക്കുകയോ കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ ഇതിവിടെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇതിനെ പറ്റിയിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കൂത്താട്ടം, മുതുക്കു കൂത്താട്ടം, അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ ഞാൻ നേരത്തെ കണ്ടില്ല ഫുഡൊക്കെ വാരി കൊടുക്കുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ, എൻ്റെ പൊന്നോ, അതിനുശേഷമുള്ള കുറേ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ വെച്ച് ഇവരുടെ ലെങ്ത് കൂട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അതൊന്നും വെക്കാത്ത. ഇവിടെ എന്തോന്നടേ ഇത്, ഇവരൊക്കെ ഏത് യൂണിവേഴ്സ് ഇത്, വേറെ യൂണിവേഴ്സ് ഇത്, സീരിയസ്ലി. ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ കഴിഞ്ഞ ബിഗ് ബോസിലെ വിന്നർ PR കൊണ്ട് മാത്രം വിന്നറായിരിക്കുന്ന അനുമോൾ, നമ്മുടെ PR ബേബി, ഇത് പറയുമ്പോൾ PR ബേബിയുടെ കുറച്ച് ഫാൻസ് വന്ന് എന്നെ പൊങ്കലിടും, എന്നെ തീർത്ത് കളയൂടെ, ഇവിടെ തീർത്ത് കളയും നിങ്ങൾ എന്നാണെങ്കിലും. അനുമോളുമായിട്ടുണ്ടായിരിക്കുന്ന കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് നമ്മൾ അനുമോളെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് രേണുസുതി അനുമോളെ പറ്റി പറഞ്ഞെന്നുള്ളത് നമുക്ക് നോക്കാം. ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ തമ്മിൽ ചെറിയ സ്വരച്ചാർച്ച ഉണ്ട് എന്നൊരു ഭയങ്കരമായിട്ടൊരു, ഞാൻ പറയട്ടെ, ഇന്ന് ബിഗ് ബോസിൽ ബിന്നിയുടെ പ്രോഗ്രാം എന്തോ നടക്കുന്നു, എല്ലാവരും അനുമോളുണ്ടായിരുന്നു, എനിക്കറിയില്ല. അതായത് അനുമോളെ പറ്റിയിട്ട് ചോദിക്കുമ്പോഴത്തേക്കും നേരെ അത് പറഞ്ഞാൽ മതി, പക്ഷെ നേരെ ബിന്നിയുടെ പരിപാടി അത് ഇത് അങ്ങനെ പറഞ്ഞ് വേറെ ഏതൊക്കെയോ കാര്യത്തിലോട്ടാണ് പുള്ളി സംസാരിച്ചത്. അതായത് ഉപ്പുമാങ്ങ പറഞ്ഞി എന്ന് പറയുമ്പോൾ അപ്പുണ്ണിയൊരൊക്കെ ഉണ്ടി എന്നാണ് ഇവിടെ രേണുസുതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബാക്കി കേൾക്കാം. അതിന് മുന്നേ പല പല പ്രോഗ്രാമുകൾ വന്നു. ഒന്നെങ്കിൽ ഞാൻ അപ്പൊ ദുബായിൽ പോയി കണ്ടുപിടിച്ചു കൊടുക്കും, എനിക്കൊരു പ്രോഗ്രാം എന്നെ ബിന്നി എന്നെ വിളിച്ചായിരുന്നു. അപ്പൊ ഇത് എന്റെ മാനേജർ ഈ പ്രോഗ്രാം കൺഫേം ആക്കി. അതാണ് രേണുസുതിക്ക് തിരക്കുകളിൽ നിന്നും തിരക്കുകളിലൂടെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ദുബായിലെ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ പൊന്നയുടെ ദുബായ് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ രേണുസുതി എന്ത് ചെയ്തേനെ, എന്ത് ചെയ്തേനെ. പോകുന്നിടത്തുള്ള എൻ്റെ ദുബായിലെ പ്രോഗ്രാം എടീ, ദുബായ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല. ഓക്കെ, ആ നാട്ടിൽ പോയെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ദുബായിലുണ്ട്, പരിപാടിയുണ്ട്, എനിക്ക് ലോട്ട്സ് ഓഫ് പരിപാടി എന്നൊക്കെ പറഞ്ഞു. എൻ്റെ പൊന്ന് ഒരു മയത്തിലൊക്കെ മതി കിട്ടും. എന്നാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അനുമോള് മറ്റൊരു ലേഡിയായിട്ട് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ PR ബേബി അനുമോൾ പറയുന്ന കാര്യങ്ങളോട് നമുക്ക് കേൾക്കാം. എടുത്ത് ചോദിക്കുന്നതിനുള്ള ഒരു ആൻസർ ആണ് പുള്ളിക്കാരി കൊടുക്കുന്നത്. എന്നാലും അവർ ചോദിച്ചു വെച്ചിരിക്കുന്നത് എന്തോ നിങ്ങൾ തമ്മിൽ എന്തോ സ്വരച്ചേർച്ച. അപ്പൊ അതങ്ങനെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയണം. അല്ലാണ്ട് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഇന്ന് ബിന്നിയുടെ പ്രോഗ്രാം, അതായത് ബിന്നിയുടെ ഷോപ്പിന്റെ ഇനാഗുറേഷൻ ആണ്, ആ ഒരു ലോഞ്ചിന്, ആ കാര്യം അവിടെ പറയേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബിന്നിയുടെ പുതിയൊരു ഷോപ്പിന് ലോഞ്ചിന് എന്നെ വിളിച്ചതാണ്. അന്ന് എനിക്ക് എൻ്റെ നാട്ടിലെ അമ്പലത്തിൽ എനിക്കൊരു പുരസ്കാരം ഉണ്ടായിരുന്നു, ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോവുമായിരുന്നു ഞാൻ ഓൾറെഡി നോബിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ പറ്റില്ല എന്നുള്ളത്. ഞാൻ നോബിനെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്നോട് ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ രേണു അനുവും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നത്? അതായത് ഇപ്പോഴും ബിഗ് ബോസിലെ ആ ഒരു കണ്ടന്റ്, ആ ഒരു ഗെയിം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. അതെന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. വെറുതെ ടൈം കളഞ്ഞ് അവിടെ ഓരോ വിലപ്പെട്ട സമയം കളഞ്ഞ് കുളിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. അത് പിന്നെ ഒരിക്കൽ എപ്പോഴെങ്കിലും അത് മനസ്സിലാകും. ഒന്നാമത്തെ കാര്യം, എൻ്റെ അടുത്ത് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ഒരു കാര്യമാണ്, രേണു ചേച്ചിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് വെച്ചേക്കാണ്. പിന്നെ പുള്ളിക്കാരുടെ അടുത്ത് ചോദിക്കുന്നതിനുള്ള റിപ്ലൈ ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ അനുവായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അനുവായിട്ട് എന്തെങ്കിലും സ്വരച്ചേർച്ച ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് റിപ്ലൈ ആണ് കൊടുക്കേണ്ടത്. പക്ഷെ പുള്ളിക്കാരി പറയുന്ന വെച്ചാൽ അവിടെ അനു ഉണ്ടായിരുന്നോ, ഇവിടെ ആരെങ്കിലും ആയിട്ട് ഈ പറയുന്ന പോലെ ബിഗ് ബോസിലുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസുമായിട്ട് അനുവിന് കോൺടാക്ട് ഇല്ല അങ്ങനെയാണോ പറയേണ്ടത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഇവർക്ക് എന്താ പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് അനുമോൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് എന്താണ് രേണുസുതി പ്രശ്നം? ഞാൻ വളരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ രേണുസുതി? അറിയാൻ മേൽക്കുണ്ടെങ്കിൽ എന്താണെങ്കിലും ഇതിനൊരു മറുപടി രേണുസുതി കൊടുക്കുന്നുണ്ട്. രേണുസുതി എന്താ സുമ്മാവാ? രേണുസുതി എന്ന് പറഞ്ഞാൽ ഫ്ലവർ അല്ലടാ, ഫയറടാ, താഴത്തില്ല. രേണുക്ക നിങ്ങൾ പറ. അനുമോളുടെ വളർച്ചയിൽ അസൂയാണ് രേണു എന്നാണ് ഞാനത് പറയുന്നത്. അനുമോൾ വളർച്ച ഞാനിതിനാണ് അസൂയപ്പെടുന്നത്. അനുമോൾ എന്ന് പറയുന്നത് കൊല്ലം സുധിച്ചേണ്ട ഒരു സഹപ്രവർത്തകയാണ് അല്ലേ. അന്ന് തൊട്ട് എനിക്ക് അറിയാവുന്നതാണ് അനുമോൾ തന്നെ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വർഷം മുന്നേ അറിയാവുന്നതാണ് ഈ ബിഗ് ബോസിലെ ഷാനവാസിക്കൊക്കെ രേണു ചേച്ചിക്കും പിന്നെ ഒരാളെ കൂടെ ജിഷിൻ ചേട്ടനും എന്നെ അറിയാവുന്നതാണ് അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്, സുധിച്ചേട്ടൻ്റെ സഹപ്രവർത്തകൻ, അവരെനിക്ക് നേരത്തെ തൊട്ട് അറിയാം. അതിന് അനുമോളുടെ വളർച്ച അന്ന് തൊട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് സന്തോഷമുള്ള അനുമോൾ വളരുന്നത്. എന്ത് അസൂയ? എനിക്കൊരു അസൂയയില്ല. അവർ വിന്നറായത് അവരുടെ കഴിവ് കൊണ്ടാണ് വിന്നറായത് അല്ലേ. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, അതിന് നമ്മൾ അസൂയപ്പെട്ടിട്ടുണ്ട്. എനിക്ക് എൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും ഉണ്ട്. ഞാനൊരു എന്താ പറയുക കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫാണ്. ഇപ്പം വളർന്നു വരുന്നൊരു ചെറിയൊരു രീതിയിൽ വെച്ചിട്ട് അനുമോളൊക്കെ എത്രയോ വലിയ സെലിബ്രിറ്റികളാണ്. ഞാൻ അങ്ങനെ പറയും. എനിക്കൊരു അനുമോളുടെ വളർച്ചയിൽ എനിക്കൊരു അസൂയയില്ല. അനുമോളുടെ എന്നല്ല, ഒരു സെലിബ്രിറ്റികളും വളരുന്നതിന് എനിക്ക് ഒരു അസൂയയില്ല. എനിക്ക് സന്തോഷം മാത്രമല്ല. എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയും. അതിന്റെ ഒരു ഇതാണ്. ആണ് ആൾക്കാര് വളരുന്നതിൽ രേണുസുതിക്കൊന്നും ചെയ്യില്ല. പക്ഷെ ദുബായ്, നമ്മൾ ദുബായ് വിട്ടൊരു കളിയില്ല.
നമ്മുടെ ദുബായ് ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം ഇരുന്നപ്പോൾ നമ്മുടെ ദുബായ് എന്ത് ചോദിച്ചാലും ദുബായ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സാധനമുണ്ട്. ഞാൻ ദുബായിൽ അവിടെ പരിപാടി ഇവിടെ പരിപാടി, എൻ്റെ പൊന്നെ കുറേ വീഡിയോസ് കണ്ടിരുന്നത്. ഞാൻ ദുബായിൽ അവിടെ പോയപ്പോൾ എൻ്റെ മാനേജർ അവിടെ വിളിച്ച് ലോക്ക് ചെയ്തപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പൊന്നോ. ഇനി അടുത്തത് കേൾക്കാം. അനുമോളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നല്ല പറഞ്ഞേ, പിന്നീട് അവിടെ പോയോ, പിന്നീട് പരിപാടിക്ക് പോയോ, ഇന്ന പരിപാടിക്ക് പോയോ, അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് അനുമോൾ ഒരു നെഗറ്റീവായിട്ട് അനുമോൾ പണിയില്ലാതെ വീട്ടിലിരിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അനുമോൾ പണിയില്ലാതെ വീട്ടിലിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. ഞാൻ ആ സമയത്താണ് ബിന്നിയുടെ, അത് ഞാൻ പറയാൻ കാരണം അന്നാണ് ബിന്നിയുടെ പ്രോഗ്രാം നടക്കുന്നത് അല്ലേ. അനുമോളുമായിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഏതൊരു റീയൂണിയൻ അവരൊക്കെ ഒരുപാട് വെച്ചല്ലോ, അതിനകത്ത് ഞാനും ഇല്ല അനുമോളും ഇല്ല. അനുമോൾ തിരക്കായതുകൊണ്ടാണ് അനുമോൾ വരാത്തത്, ഞാനും തിരക്കായതുകൊണ്ടാണ് വരാത്തത്. അതല്ലാതെ അനുമോൾ വീട്ടിലിരിക്കാന്ന് രേണുസുതി ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എനിക്ക് എന്റെ ആവശ്യമില്ല. ഞാൻ പറയുവാണെങ്കിൽ തന്നെ അവിടെ ഇവിടെ ഫോൺ വിളിച്ചൊന്നും സംസാരിക്കാറില്ല. ഞാൻ നേരിട്ട് മീഡിയക്കാരുടെ മുന്നിൽ ഞാൻ സംസാരിക്കാറുണ്ട്. അതിനകത്ത് ആ വീഡിയോ ഇട്ട ആളുടെ അരികിൽ ഒരു വോയിസ് ഉണ്ട്, അത് സംസാരിച്ചത്. അതിനകത്ത് അനുമോളാണെങ്കിൽ പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് രേണുവിന് അത് നേരെ പറഞ്ഞാൽ പോരെ, പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന്. അതിന് പകരം എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? വളച്ചു പിടിച്ചാണ് ചിലപ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനെ മുക്കി പിടിക്കാനായിരിക്കും ഇഷ്ടം. അതെന്റെ ഇഷ്ടമാണ്. ഞാനതിന് വേറെ തെറ്റൊന്നും പറഞ്ഞില്ല. അവരെ പറ്റി ഞാൻ നല്ലത് അല്ല ചീത്തയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് അനുവിന് തിരക്കാണ്, അതുകൊണ്ട് പിന്നീട് പ്രോഗ്രാമിന് വന്ന് കാണില്ല. ഞാൻ തിരക്കായതുകൊണ്ട് ഞാനും വന്ന് കാണില്ല. അതേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഇവർ പറയുന്ന പോലെ ഇങ്ങനെ എന്നാ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും എടുത്തിട്ട് റിയാക്ഷൻ ചെയ്യുന്നവരെന്ന് ആലോചിച്ച് നോക്കി. ഓരോ റീച്ചിന് വേണ്ടിയിട്ടല്ലേ, റീച്ചിന് വേണ്ടിയിട്ട് അവർ വളച്ചൊടിക്കുന്നത്. ഞാൻ നേരെ ചൊവ്വേ കാര്യം പറയുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അല്ലാതെ എന്റെ അനുമോളെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, എന്നോട്ട് പറയത്തില്ല. ആണ് അനുമോളെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ മൂക്ക നേരെ തൊടാതെ വളഞ്ഞു തൊട്ട് അത്രേ ഉള്ളൂ സംഭവം. അനുമോളും നമ്മുടെ രേണുസുതിയും തമ്മിൽ അത്ര സ്വരച്ചേർച്ചലൊന്നും അല്ലടി. ഓക്കെ, ഇപ്പം അനുമോക്കാണെങ്കിലും എൻ്റെ കൊല്ലം സുധി ആ ഒരു വ്യക്തിയുടെ അടുത്തുള്ള ഒരു സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എന്ന് ചെയ്തിട്ട് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ആനയെ ബഹുമാനിച്ച പോലെ ആനയുടെ പിണ്ടത്തെ ബഹുമാനിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പലരും വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ്, രേണുസുതി നോക്കുമ്പോൾ ഞാൻ ദുബായ് അല്ല കേട്ടോ, ദുബായിൽ അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പൊടിക്കൊക്കെ താഴെയാണ് കേട്ടോ. ഇടയ്ക്ക് ഈ ഭയങ്കര രീതിയിൽ പുള്ളിക്കാരി കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞു കയറിയിട്ട് അവരങ്ങനെ വർക്ക് ചെയ്യുന്നതൊന്നും മോശമായിട്ട് പറയുന്നു, അല്ലെങ്കിൽ അതിനകത്ത് ഒരു നെഗോ സാധനങ്ങൾ അടിക്കുന്നില്ല കേട്ടോ. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അതിലൊന്നും ആർക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ പറഞ്ഞത് ഇതിനകത്തും ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് എവിടെ പോയാലും വന്ന് കുറച്ച് ഓൺലൈൻ മീഡിയാസിനെ വിളിപ്പിച്ചിട്ട് ഇമാതിരി കുറച്ച് അടിച്ചുവിടുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലാവണല്ലേ, ഇവർ ഈ ലിപ് ലോക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്റിമേറ്റ് സീൻസ് കാണിക്കുന്നത് ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള, ഇത് ഏത് സാധനമാണ്? പിന്നെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹത്തിന് ഞാൻ വിളിക്കുന്ന ഒരു പേര്, അല്ലെങ്കിൽ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു പേര് മുതുക്കു കൂത്താട്ടെന്നാണ്. ഇത് പ്രായമുള്ള ആൾക്കാരെ ഞാൻ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ ഇത് കടിച്ചു പറയാണ് ഗൈസ്, ഇത് കടിച്ചു പറയും. കുറച്ച് ആൾക്കാർ കമ്പാരിസൺ പറയും അപ്പുറത്തെ ആൾക്കാരുമായിട്ട്. ഇത് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഓക്കെ, ഇത് കടിച്ചു പറയാണ്. എന്താണെങ്കിൽ ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. അപ്പം ശരി.